ഈ ബ്യൂട്ടി കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് എല്ലാം കൂടെ എടുത്ത് നിരത്തി വെച്ച് അന്തവും വിട്ട് കുന്തം പോയ പോലെ ഞാൻ നിൽക്കുവാണ്. എന്ത് ചെയ്യണം, എന്ത് വാരി എവിടെ തേക്കണം എന്നൊന്നും അറിയാൻ മേലാത്തതല്ല. പിന്നെ എന്തിനാണെന്നുള്ളതല്ല ഈ ഒരുക്കം. ഹെയർ കെയറിൽ തന്നെ തുടങ്ങാം ആദ്യം. സംഭവം എന്നാന്ന് വെച്ചാൽ, നമ്മൾ പണ്ട് 10 വർഷമായിട്ട് ചിക്കൻ വാങ്ങിക്കുന്ന ഒരു വസീർക്കയുണ്ട്. ആ പുള്ളിക്കാരൻ്റെ മോൻ്റെ കല്യാണത്തിന് പോകാനുള്ള തത്രപ്പാടാണിത്. ഞാൻ പൊതുവേ കല്യാണങ്ങൾക്കോ ഒന്നും പോകാറില്ല. എനിക്ക് ഈ ആൾക്കാർ കൂടുന്നിടത്തൊന്നും പോകണമെന്ന് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ ഈ പുള്ളിക്കാരൻ വിളിക്കുമ്പോൾ നമ്മൾ പോകും. കാരണം അത് അത്രയ്ക്കുള്ളൊരു റെസ്പെക്റ്റാണ് എനിക്ക് ആ പുള്ളിയോടുള്ളത്. ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു മനുഷ്യൻ വിളിക്കുമ്പോൾ പോകാതിരിക്കുന്നത് മോശമല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ കുളിച്ച് ഒരുങ്ങി സാധാരണ സ്കിൻ കെയർ, ഹെയർ കെയർ പരിപാടികളെല്ലാം മോന്തയെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് ടെറസിൻ്റെ മണ്ടയിൽ സണ്ണിനകത്താണല്ലോ. അപ്പോൾ പിന്നെ കുറേ വാരി അതും ഇതൊക്കെ വലിച്ചു വാരി തേച്ചെങ്കിലല്ലേ ഇതൊക്കെ മോന്തയൊക്കെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഏതായാലും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന കാക്ക കൊളിച്ചാൽ കൊക്കാകുമോയെന്നല്ലേ? ഇല്ലയെന്ന് എനിക്കും അറിയാം. എന്നാലും ട്രൈ ചെയ്യുമല്ലേടേ. അപ്പോൾ പിന്നെ കുറേ അതും ഇതൊക്കെ വാരി തേച്ച് ഇതൊക്കെ എന്താണെന്നല്ല, ആകെപ്പാടെ എനിക്ക് ചെയ്യാൻ അറിയാവുന്ന ഒറ്റ കാര്യമുണ്ട്: ഐലൈനറും ലിപ്സ്റ്റിക്കും ഇടാൻ. ഇത് മാത്രമേ നമുക്കറിയത്തുള്ളൂ. പിന്നെ അതും ഇതും എല്ലാം കൂടെ അടയാഭരണങ്ങളെല്ലാം കൂടെ വലിച്ചു വാരിക്കിട്ട് നിങ്ങളോർക്കും വലിയ സാരി അതും ഇതൊക്കെയാണെന്ന്. എനിക്ക് സംഭവങ്ങളൊന്നും ഇട്ട് പോകണമെന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. നമ്മൾ സാധാരണ ഒരു ഉടുപ്പൊക്കെ ഇട്ടങ്ങ് പോകും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വലിയ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഈ മണ്ടുമുടി എവിടെ എങ്ങനെ കെട്ടണമെന്നും എങ്ങനെ അഴിച്ചിടണമെന്നും ഒന്നും അറിയത്തില്ല. പിന്നെ അവസാനം സ്ഥിരം വലിച്ചു വാരി കെട്ടി മണ്ടയ്ക്കോട്ട് വെച്ചിട്ട് പോയി. അവസാനം വണ്ടിയൊക്കെ എടുത്ത് പോയി ഇനിയും കെട്ടിയനെ പൊക്കണമല്ലോ. ജോലിക്കാണ് പുള്ളി. അപ്പം കാർ പാർക്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് കുറേ സമയമൊക്കെ പോയി. പിന്നെ നമ്മൾ ഫുഡ് അടിക്കാൻ പോയി. ഇതാണ് വസീറക്ക, അവരുടെ ഫാമിലി. നല്ല സൂപ്പർ ബിരിയാണി. അപ്പം ബൈ ബൈ.